വെനസ്വേലയിൽ സൈനികാക്രമണം നടത്തിയതിനു പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്ക് കടുത്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രശ്നക്കാരായ അയൽക്കാർ എന്നാണ് ട്രംപ് ഈ രാജ്യങ്ങളെ വിശേഷിപ്പിച്ചത്. വെനസ്വേലയിൽ നടത്തിയ സമാന നടപടി നേരിടേണ്ടി വരുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. മയക്കുമരുന്ന് കടത്തി തടയാൻ ഈ മേഖലയിൽ സൈന്യത്തെ ഇറക്കാൻ തയ്യാറാണെന്നും ട്രംപ് സൂചന നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് നടക്കുന്ന ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ ഇടപെടാനും തയ്യാറായി നിൽക്കുകയാണ് ട്രംപ്. ഭീകരവാദത്തെ തടയുക, രാജ്യങ്ങളിലെ ആഭ്യന്തര കലഹങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ന്യായങ്ങൾ നിരത്തി ട്രംപ് മെനയുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിൽ വിലക്കയറ്റത്തിനെതിരെ വ്യാപാരികൾ ആരംഭിച്ച പ്രക്ഷോഭം ഇപ്പോൾ ഭരണവിരുദ്ധ വികാരമായി രാജ്യമൊട്ടാകെ വ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സേന നടത്തിയ അതിക്രമങ്ങളും മറ്റ് സംഭവങ്ങളിലും കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം 10 ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ പ്രതിഷേധകർക്ക് നേരെ അക്രമമുണ്ടായാൽ ഇറാനിൽ US ഇടപെടുമെന്ന മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. എന്നാൽ രൂക്ഷമായ ഭാഷയിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഈ ട്രംപിന് മറുപടി നൽകി. ശത്രുക്കളുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കലാപകാരികളെ നിലക്ക് നിർത്താൻ അറിയാമെന്നുമായിരുന്നു ഖാംനഈയുടെ പ്രതികരണം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നടപടിക്ക് പിന്നാലെ അടുത്ത ലക്ഷ്യം ഇറാൻ ആണോ എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു. വെനസ്വേലയിലെ നീക്കം ലക്ഷ്യം കണ്ടത് ഇറാനിലേക്കുള്ള കടന്നുകയറ്റത്തിന് പ്രോത്സാഹനമാകുമെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ട്രംപ് സ്വയം എടുത്തണഞ്ഞ സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്ന പട്ടവും ചോദ്യമുനയിലാണ്. ട്രംപ് ഇത് ഭീകരവാദത്തിനെതിരായ നടപടിയായും ജനാധിപത്യത്തിനായുള്ള പോരാട്ടമായും വിശേഷിപ്പിക്കുമ്പോൾ എണ്ണയ്ക്കും ഭൂരാഷ്ട്രീയ നേട്ടങ്ങൾക്കുമായുള്ള നടപടിയായാണ് അന്താരാഷ്ട്ര വിദഗ്ധർ കണക്കാക്കുന്നത്. ഇതിനിടെയാണ് മെക്സിക്കോ, ക്യൂബ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രംപിന്റെ പ്രസ്താവന പുറത്തുവരുന്നത്. മേഖലയുടെ സ്ഥിരതയ്ക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ 3 രാജ്യങ്ങളും വെനസ്വേലയ്ക്കെതിരായ US സൈനിക നടപടിയെ ശക്തമായി അപലപിച്ചിരുന്നു. സമാധാനത്തിനും രാജ്യാന്തര നിയമത്തോടുമുള്ള ബഹുമാനത്തിനും കൊളംബിയ പ്രതിജ്ഞാബദ്ധമാണെന്നായിരുന്നു പ്രസിഡന്റ് പെട്രോ പറഞ്ഞത്. കൊളംബിയയിൽ കുറഞ്ഞത് 3 പ്രധാന കൊക്കൈൻ ഫാക്ടറികൾ ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പെട്രോയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട് ട്രംപ്. അവർ കൊക്കൈൻ ഉണ്ടാക്കി അമേരിക്കയിലേക്ക് അയക്കുന്നു, അതുകൊണ്ട് പെട്രോ ജാഗ്രത പാലിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വെനസ്വേലൻ നടപടിയെ ക്യൂബ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന ചോദ്യത്തിന് ക്യൂബ ഇപ്പോൾ പരാജയപ്പെട്ടൊരു രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ ക്യൂബയെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കേണ്ടി വരുമെന്നായിരുന്നു ഫോക്സ് ന്യൂസിനോട് ട്രംപിന്റെ മറുപടി. ക്യൂബയിലെ ജനങ്ങളെയും അവിടെ നിന്ന് പലായനം ചെയ്ത് US ജീവിക്കുന്നവരെയും സഹായിക്കാൻ ആഗ്രഹമുണ്ടെന്നായിരുന്നു പ്രതികരണം. ക്യൂബയ്ക്കെതിരെ പല കാലങ്ങളിൽ സൈനിക നീക്കം നടത്തിയ ചരിത്രം കൂടിയുണ്ട് US-ന്. 1961-ൽ ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയ ദി ബേ ഓഫ് പിഗ്സ് ഇൻവെൻഷനാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ക്യൂബയിലെ സ്പാനിഷ് ഭരണം അവസാനിപ്പിച്ച് അവരെ നിയന്ത്രണത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും US പരാജയപ്പെട്ടിരുന്നു. മെക്സിക്കോയാണ് ട്രംപിന്റെ മറ്റൊരു ഇനം. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയിൻബാം രാജ്യം നിയന്ത്രിക്കുന്നില്ലെന്നാണ് ട്രംപിന്റെ ആരോപണം. മയക്കുമരുന്ന് കാർട്ടലുകളാണ് രാജ്യത്ത് ആധിപത്യം പുലർത്തുന്നത്. ക്ലൗഡിയ ഈ കാർട്ടലുകളെ ഭയപ്പെടുന്നു. കാർട്ടലുകളെ തകർക്കാൻ സഹായം വേണോ എന്ന് പലതവണ അവരോട് ചോദിച്ചിരുന്നു. എന്നാൽ വേണ്ട മിസ്റ്റർ പ്രസിഡന്റ് എന്നായിരുന്നു മറുപടിയെന്നും ട്രംപ് പറഞ്ഞു. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ലാറ്റിൻ അമേരിക്കയും കരീബിയയും സമാധാന മേഖലയാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച രാജ്യങ്ങളാണിവ. ട്രംപ് റെഡ് ലൈൻ മറികടന്നുവെന്ന് റഷ്യയും ചൈനയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിലവിലെ ആക്രമണം ലാറ്റിൻ അമേരിക്കയിലെ അസ്ഥിരത വർദ്ധിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്.